സാർ എന്തെങ്കിലും പറയാനുണ്ടോ? നിരപരാധിയാണോ? കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. കുറ്റം ചെയ്തിട്ടില്ല. ഇല്ല. താങ്കളെ ആരെങ്കിലും കുടിക്കിയതാണോ സാർ? ആരെങ്കിലും കുടിക്കിയതാണോ? അതെ. അനന്തൻ, തന്നെ ആരെങ്കിലും കുടുക്കിയതാണോ എന്ന ജിബിന്റെ ചോദ്യത്തിന് അതെ എന്ന് വളരെ ചെറിയ ശബ്ദത്തിലാണ് നമുക്കത് കേൾക്കാൻ കഴിയുന്നത്. അതേ എന്നാണ് മറുപടി എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ കുടുക്കിയത് ആര്? ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? മന്ത്രിയോ മറ്റ് തന്ത്രിമാരോ ആരൊക്കെയാണ് ഇതിലുള്ളത് എന്നത് വളരെ കൃത്യമായി വെളിപ്പെടുത്താനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും മോത്തി, ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചില പരിശോധനകൾ കൂടി ആവശ്യമാണെന്നാണ് SIT കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ ഇനി തന്ത്രിക്ക് മുകളിലേക്ക് ഈ അന്വേഷണം നീളുകയാണ്. അതുമായി ബന്ധപ്പെട്ട സൂചനകളും ലഭിക്കുന്നുണ്ട്. അതായത് ഇതുവരെയും ഈ യഥാർത്ഥ പാളികൾ, ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ പാളികൾ, അത് എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ നൽകി തന്ത്രി കണ്ഠരര് രാജീവരെ കൂടി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരെന്താണ് ഈ പാളികൾ കൊണ്ട് ഉദ്ദേശിച്ചത്? അത് ഇപ്പോൾ ഈ ശബരിമലയിലെ തന്ത്രി അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളായി വരുമ്പോൾ അതിൻ്റെ സാമ്പത്തിക ലാഭം നേടി എന്നുള്ള സംശയങ്ങൾ പുറത്തു വരുമ്പോൾ അത് കേവലം സ്വർണം ഉരുക്കി വിൽക്കുന്ന ഒരു ഏർപ്പാടല്ല നടന്നത് എന്നുള്ള കാര്യം SITക്ക് വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി വലുതാവുകയാണ്. ഇത് താന്ത്രിക രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആരാധനയുടെ ഭാഗമായി ഈ പാളികൾ കൊണ്ടുപോയി ഏതെങ്കിലും ധനികരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വെച്ചതാണോ? അതല്ല ഇത് നേരത്തെ കരുതിയതുപോലെ ആൻറ്റിക് വാല്യൂവിൽ വിറ്റതാണോ? അപ്പോൾ ആൻറ്റിക് വാല്യൂവിൽ വിൽക്കുന്നതിനെക്കാട്ടി ഉപരി ഇതിനൊരു വിശ്വാസ മൂല്യത്തിൽ ഇതിൻ്റെ കൈമാറ്റം നടന്നു എന്നാണ് SIT വിശ്വസിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലേക്കുള്ള അന്വേഷണം കടക്കണം. അങ്ങനെ വരുമ്പോൾ ശബരിമലയിൽ മാത്രം, ശബരിമലയ്ക്ക് മുകളിലേക്ക് ഇനിയിപ്പോൾ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ അന്ന് തന്ത്രിയും ദേവസ്വം ബോർഡും ഒക്കെ ഇതിൽ ഉൾപ്പെടുമ്പോൾ ഇതിൽ മന്ത്രി ഇതറിയാതെ പോയിട്ടുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ SITക്ക് അതിൽ ഒരു തീർപ്പ് കൂടി വരുത്തേണ്ടതുണ്ട്. മന്ത്രിയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയും കൂടെ വരുത്തി അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടി മൊഴിയെടുക്കാൻ വിളിപ്പിക്കും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ഏതായാലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടങ്ങളിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ബന്ധപ്പെട്ട് നിന്ന് ശബരിമലയിൽ ഏറ്റവും ഉന്നതാധികാര സ്ഥാനങ്ങളിലുള്ളവരെല്ലാം ഇപ്പോൾ ജയിലഴിയിലായി. അതിനു മുകളിലേക്ക് ഇനി ആര്? 2019 2025 ദേവസ്വം ബോർഡുകൾക്ക് ഈ കൊള്ളയിൽ ബന്ധമുണ്ട് എന്നുള്ള സംശയമുണ്ട്. അത് സംബന്ധിച്ച് കോടതി നേരത്തെ പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ 2025 ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോകാനുള്ള നീക്കം ആരുടെ പ്രേരണയാലാണ് ആ ദേവസ്വം ബോർഡ് നടത്തിയത്? ആ വിശദമായ അന്വേഷണത്തിലേക്കാണ് SIT ഇപ്പോൾ കടക്കുന്നത്. ഏതായാലും 1998 മുതൽ 2025 വരെയുള്ള ശബരിമലയിലെ കാര്യങ്ങൾ 4 ഘട്ടമായിട്ടാണ് SIT അന്വേഷിക്കുന്നത്. അതിൽ 2025 അന്വേഷണം സജീവമാകുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ ചോദ്യമുനയിലേക്ക് വരും. അവർക്ക് ആരാണ് ഈ പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുക്കാൻ നിർദ്ദേശം നൽകിയതെന്നുള്ള ഉത്തരം നൽകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് തന്ത്രി പറഞ്ഞിട്ടാണോ അതോ അതിനു മുകളിൽ ആരെങ്കിലും തന്ത്രി അടക്കം നിയന്ത്രിക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും ശക്തി എന്നുള്ള കാര്യത്തിലാണ് പാലിക്കേണ്ട ഉത്തരവാദിത്വമുള്ളയാളാണ് തന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. അങ്ങനെ ഒരു തന്ത്രി ഇത്തരം ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ മൗനം പാലിച്ചു എന്നത് തന്നെ ഗുരുതരമായ വീഴ്ചയല്ലേ? മോത്തി, ഇതിനകത്ത് SIT ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലായാലും അതിനൊപ്പം തന്നെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങളിലായാലും ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ ശബരിമലയിൽ നടന്ന ആസൂത്രിതമായ സ്വർണ്ണക്കൊള്ള, ആ കൊള്ളയെപ്പറ്റി തന്ത്രി കണ്ഠരര് രാജീവർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതിന് വ്യക്തമായ തെളിവായി തൽക്കാലം കോടതിയിൽ കുറച്ച് കാര്യങ്ങൾ SIT പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2019 ഇടവമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴാണ് ഈ കട്ടളപ്പാളികൾ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ആ കട്ടളപ്പാളികൾ തൂണിൽ നിന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത്, കട്ടളത്തടിയിൽ നിന്ന് അഴിച്ചെടുക്കുന്ന സമയത്തും അത് കൊണ്ടുപോകുന്ന സമയത്തും തന്ത്രി കണ്ഠരര് രാജീവർ അവിടെ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ തൂണുകൾ ഈ ഒഴിഞ്ഞു കിടക്കുമ്പോൾ അദ്ദേഹം പൂജകൾക്കായി വരുമ്പോൾ ഈ കട്ടളപ്പാളിയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, പാളികളില്ലാതെ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്നത് 98 സ്വർണം പൊതിഞ്ഞതാണ് എന്നറിയാവുന്ന തന്ത്രി ആ സ്വർണം പൊതിയുന്ന ചടങ്ങ് നടക്കുമ്പോൾ അന്നത്തെ തന്ത്രിയും കണ്ഠരര് രാജീവരായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളയാൾ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ള അതിശയമാണ് SIT പ്രകടിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത് തിരിച്ചുകൊണ്ട് വെക്കുമ്പോഴും തന്ത്രിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത് കണ്ഠരര് രാജീവരാണ്. അപ്പോൾ കണ്ഠരര് രാജീവർക്ക് ഈ ഏർപ്പാടുകൾ കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് SITയുടെ വിലയിരുത്തൽ. വായിക്കുമ്പോൾ തുടക്കം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരുന്ന കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി SIT കണ്ടെത്തിയ കാര്യം, തന്ത്രിയുമായ അടുത്ത
ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സ്പോൺസർ എന്നുള്ള നിലയിൽ, ഇടനിലക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നതാണ്. ഒരുപാട് സമ്പന്നരും സമർപ്പണം നടത്താനായി വരുന്നവരും ഒക്കെയായി ഇടപെട്ടതും ഈ ഒരു ബന്ധം പറഞ്ഞാണ് എന്നത് കണ്ടെത്തിയതാണ്. അങ്ങനെയെങ്കിൽ SIT ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ നേരത്തെ കൂട്ടി എല്ലാ കാര്യത്തിലും ഇരുവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും മോത്തി, ഒരു പക്ഷേ നമ്മൾ ഇന്നലെയൊക്കെ വാർത്തകൾ വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തോന്നും ഒരു സാങ്കേതികമായ പിഴവിൻ്റെ പുറത്താണല്ലോ തന്ത്രി ജയിലിലേക്ക് പോകുന്നത് എന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെറും ഒരു സാങ്കേതിക പിഴവിൻ്റെയോ അശ്രദ്ധയുടെയോ പുറത്തല്ല കണ്ഠരര് രാജീവരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. കൃത്യമായ ഒരു പങ്കാളിത്തം SITക്ക് ബോധ്യപ്പെട്ടതിൻ്റെ, തെളിവുകൾ ലഭിച്ചതിൻ്റെ, മൊഴികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിന് SIT തയ്യാറായി എന്നുള്ളതും. കാരണം ഒരു തരത്തിലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു നീക്കം തന്നെയായിരുന്നു SITക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഹോംവർക്കുകളും, എല്ലാ തെളിവുകളും അവർ ലഭിച്ച ശേഷമാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയത്. അപ്പോൾ ഒരു കാര്യം അന്വേഷണ സംഘത്തിന് ഇതുവരെയുള്ള കണ്ടെത്തലിൽ നിന്ന് മനസ്സിലായി. തന്ത്രിയുടെ മുറി കേന്ദ്രീകരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ പ്രവൃത്തികളും ചെയ്തത്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു സ്പോൺസറായി വളർന്നത്. സാർ, എന്തെങ്കിലും പറയാനുണ്ടോ? നിരപരാധിയാണോ? കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. കുറ്റം ചെയ്തിട്ടില്ല. ഇല്ല. താങ്കളെ ആരെങ്കിലും കുടിക്കിയതാണോ സാർ? ആരെങ്കിലും കുടിക്കിയതാണോ? അതെ. അങ്ങനെ ആരെങ്കിലും കുടുക്കിയതാണ് എങ്കിൽ തന്നെ തന്ത്രി കൃത്യമായി അവരുടെ പേര് പറയാനുള്ള സാധ്യതയില്ലേ? മാത്രമല്ല മറ്റ് അന്വേഷണം എത്തില്ല എന്ന് കരുതുന്ന പലരിലേക്കും ഈ അന്വേഷണം എത്താൻ ഒരു വഴിയാകുമോ ഈ തന്ത്രിയുടെ അറസ്റ്റ് എന്നതാണ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അനന്തൻ, തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ മാതൃഭൂമി ന്യൂസ് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ചില വാർത്തകൾ നൽകിയിരുന്നു. SITക്ക് ആദ്യം ലഭിച്ച ചില സൂചനകൾ, അത് നമുക്ക് അത്തരം വിവരങ്ങൾ SITയിൽ നിന്ന് ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സ്പോൺസറായത്, തന്ത്രിയാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് എന്നടക്കമുള്ള ശ്രീരാംപുര ക്ഷേത്രത്തിൽ വെച്ച് തന്ത്രിയുമായിട്ടുള്ള ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ വാർത്തയായിട്ട് നൽകിയിരുന്നു. അത്തരം ചില സൂചനകൾ SITക്ക് ലഭിച്ചതായുള്ള വാർത്തകൾ നൽകിയിരുന്നു. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് തന്നെയാണ് ഇന്നലെ നടന്നത്. അതിൽ ഇനി മുന്നോട്ട് പോവുക, അത് ഏത് തലത്തിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം. കാരണം ആ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എടുത്തുകൊണ്ടുപോയ പാളികൾ അത് തിരിച്ചു കൊണ്ടുവരിക, ആ തൊണ്ടി മുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആകെ ഒരു ഗോവർദ്ധനും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി സമർപ്പിച്ച അല്ലെങ്കിൽ തിരിച്ച് ഹാജരാക്കിയ ഒരു 600 ഗ്രാം സ്വർണം മാത്രമേ ഉള്ളൂ. അത് ആ കൊണ്ടുപോയ സ്വർണ്ണമാണ് എന്ന് SIT കരുതുന്നുമില്ല. അപ്പോൾ യഥാർത്ഥ പാളികൾ കണ്ടെത്താനുള്ള വഴികളുടെ ഓരോ വാതിലും തുറക്കുമ്പോൾ അത് വലിയ വാതിലുകളാണ് അവസാന ഘട്ടങ്ങളിൽ തുറക്കുന്നത്. തന്ത്രി എന്ന വാതിൽ തുറന്നു കഴിഞ്ഞു. ഇനി അടുത്ത ഏത് വാതിലാണ് തുറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തന്ത്രിക്ക് കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് SITക്ക് ബോധ്യപ്പെട്ടതിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും SITക്ക് നല്ല ധാരണയുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനന്തൻ.